മലയാളത്തിലെ പ്രിയ നടനാണ് ഇന്ദ്രൻസ്. തയ്യൽക്കാരനായി വെള്ളിത്തിരയിലെത്തിയ അദ്ദേഹം അവിടുന്ന് കോമഡി നടനായി ബിഗ് സ്ക്രീനിൽ എത്തി. ഇന്ന് കഴമ്പും കാമ്പുമുള്ള ക്യാരക്ടർ റോളുകൾ ചെയ്ത് പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് എത്തി നിൽക്കുന്ന ഇന്ദ്രൻസിനെ കാണുമ്പോൾ മലയാളികൾക്കും ഏറെ അഭിമാനമാണ്. നിലവിൽ ചിന്ന ചിന്ന ആസை എന്ന ചിത്രമാണ് നടന്റേതായ റിലീസിനൊരുങ്ങുന്നത്. മധുബാല നായികയായെത്തുന്ന ചിത്രം 19-ന് തിയേറ്ററിലെത്തും. ഈ അവസരത്തിൽ തനിക്കൊപ്പം പല വലിയ നടിമാരും അഭിനയിക്കില്ലെന്നും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും തുറന്നു പറയുകയാണ് ഇന്ദ്രൻസ്. മധുബാല ഓക്കെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപാട് അവസരങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചില ജീവനുള്ള കഥാപാത്രങ്ങൾ കിട്ടും. അത് കിട്ടുമ്പോൾ തന്നെ ഒരു ആദിയാണ്. അത്തരത്തിലൊരു സിനിമയാണ് ചിന്ന ചിന്ന ആസை. കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ ഓക്കെ പറഞ്ഞു. മധു മേഡമാണ് നായിക എന്നും എന്നോട് പറഞ്ഞിരുന്നു. ആരാണ് മാധവൻ മാഷ് എന്ന് ചോദിച്ചാൽ പേര് പറയല്ലേ, തീരുമാനിച്ചില്ലെന്നേ പറയാവൂന്ന് അവരോട് പറയണമെന്ന് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ അവര് വിളിച്ച് അന്വേഷിക്കും ആരാണ് ഇയാളെന്ന് ചോദിക്കുമ്പോൾ അതവിടെ കോമഡിയൊക്കെ ചെയ്ത ഒരുത്തനാണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ അതിൽ നിന്നും പിന്മാറും. അഭിനയിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും വരില്ല. എനിക്ക് പല സിനിമകളിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നും ഇന്ദ്രൻസ് പറയുന്നു. വലിയ ആർട്ടിസ്റ്റുകളുടെ പേര് പറയും, പക്ഷെ അവസാനം അവർ സിനിമയിൽ ഉണ്ടാകാറില്ല. നമ്മുടെ വേഷത്തോട് തൃപ്തിയാണ്, പക്ഷെ അക്കാര്യത്തിലൊരു ആദ്യവും ഉണ്ടാകും. പക്ഷെ മധുമേഡത്തിന് ഇഷ്ടമായി സമ്മതിച്ചു എന്ന് പറഞ്ഞു. ഞാനും ആ ഡേറ്റിനു വേണ്ടി കാത്തിരുന്നു. ഒരാഴ്ചയൊക്കെ അതിൽ മാറ്റം വരുമ്പോൾ എനിക്ക് വെപ്രാളമാണ്. പക്ഷെ അതൊന്നും സംഭവിക്കാതെ മധുബാല വന്നു. എനിക്ക് ഒത്തിരി സന്തോഷമായി. 19-ാം തീയതി സിനിമയുടെ ജാതകം എന്താണെന്ന് അറിയാനായി ചങ്കിടിപ്പോടെയുള്ള കാത്തിരിപ്പാണ് എന്നായിരുന്നു ഇന്ദ്രൻസിന്റെ വാക്കുകൾ. ട്രെയിലർ ലോഞ്ചിനിടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. നല്ല നായികമാർക്കൊപ്പം അഭിനയിക്കണമെന്നത് ഇന്ദ്രൻസിന്റെ ആദ്യകാല ആഗ്രഹങ്ങളായിരുന്നു. ഒടുവിൽ അത് സാധിച്ചതിനെക്കുറിച്ച് വളരെ രസകരമായി ഇന്ദ്രൻസ് പറഞ്ഞത് ഇങ്ങനെയാണ്. ഹേമ മാലിനിയെയായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ ആ കുടുംബത്തിൽ നിന്നും തന്നെയാണ് മധു മേഡത്തിനെ കിട്ടിയത്. അന്ന് ആഗ്രഹിച്ചതെല്ലാം അങ്ങനെയൊരു കോലത്തിലായിരുന്നപ്പോഴായിരുന്നു. ഇപ്പോഴും കോലത്തിൽ ഒന്നും മാറ്റം വന്നില്ല. പക്ഷേ ജനറേഷൻ മാറിയപ്പോൾ ഞാൻ എങ്ങനെയോ അവർക്ക് പാകമാകുന്നൊരു ആളായി. ഓരം ചേർന്നു നിന്നു പോകാതെ തുഴഞ്ഞതുകൊണ്ടാകാം ഇവിടം വരെ എത്താനായത്. അത് മാറിയ തലമുറയുടെ സമ്മാനമാണെന്നും ഇന്ദ്രൻസ് പറഞ്ഞു.